കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒരു മാസമായി കാണാത്തത് കള്ളവോട്ട് ആക്ഷേപം പേടിച്ചാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഹാസം. കേന്ദ്രമന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള കാര്യമാണ്. എന്തോ കള്ളക്കളിയുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഒളിക്കുന്നതെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂരിൽ ഫ്ളാറ്റുകളും വാടക വീടുകളും കേന്ദ്രീകരിച്ച് കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ആക്ഷേപമുയർന്നിരുന്നു. മുൻ മന്ത്രി സുനിൽകുമാർ ഉൾപ്പെടെ പരാതിപ്പെട്ടിട്ടും അന്വേഷണമുണ്ടായില്ല. അവിടെ നിന്ന് ജയിച്ച് പാർലമെന്റ് അംഗമായ സുരേഷ് ഗോപി 6 മാസത്തോളം ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു. ഇപ്പോൾ ശക്തമായ ആക്ഷേപമാണ് ഉയരുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ സ്ഥാപനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വാലായി പ്രവർത്തിക്കുകയാണ്. കള്ളവോട്ട് ചേർത്ത് ഫലം അട്ടിമറിക്കുന്നു. തൃശൂരിൽ കള്ളവോട്ട് ചേർത്തെന്ന ആക്ഷേപത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. അന്വേഷണം വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലാകുമോ എന്ന ആശങ്ക കാരണമാകും ഒരു മാസമായി സുരേഷ് ഗോപിയെ കാണാനില്ലാത്തത്. കേന്ദ്രമന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയമല്ലേ? അദ്ദേഹം BJPയിൽ നിന്നും രാജിവെച്ചു പോയോ? വ്യക്തമാക്കേണ്ടത് BJP നേതൃത്വമാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അവിടെ നിന്ന് ജയിച്ച പാർലമെന്റ് മെമ്പർ ആയിട്ടുള്ള സുരേഷ് ഗോപി ഏതാണ്ട് 6 മാസക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ആശയം വന്നിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ്. ആ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ കേന്ദ്ര BJP ഗവൺമെൻറ് വാലായി പ്രവർത്തിക്കുകയാണ്. അവർ പറയുന്ന സ്ഥലത്ത് വോട്ട് ഇഷ്ടം പോലെ കള്ളവോട്ട് ചേർത്ത് ജനപ്രതിനിധികൾ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കള്ളവോട്ട് ചേർത്തു എന്നുള്ള ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ്. സുരേഷ് ഗോപിയെ കാണാനില്ല. അദ്ദേഹം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ അവിടെയെല്ലാം വന്ന് ഒരു പ്രചരണം നടത്തുന്ന ഒരു പതിവാണ്. എന്തെല്ലാം നമ്മൾ പറഞ്ഞേക്കും അവരുടെ BJPയുടെ നേതാക്കന്മാർ ഒരു ഭാഗം മിണ്ടുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് ഒന്നും മിണ്ടുന്നില്ല. ഒരു കേന്ദ്ര മന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? അപ്പോൾ എന്താണ് BJP രാജിവെച്ച് പോയോ? അതെല്ലാം വ്യക്തമാക്കേണ്ട BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഒരു ആൾക്കാരെ വളരെ ഗൗരവപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഈ ഒളിച്ചുപോക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഒളിച്ചു പോകുന്നത്? ഒരു ജനപ്രതിനിധി ഒരു നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ നിരന്തരമായി സമൂഹത്തിൽ കാണാതിരുന്നാൽ സ്വാഭാവികമായിട്ട് സമൂഹം തിരക്കും. കാരണം ആ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാണ്. അപ്പോൾ ഇതിലെന്തോ ഒരു കള്ളക്കളിയോ പെശകോ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒളിച്ചുപോക്ക് ജനം ചർച്ച ചെയ്യും. എന്തോ ഒരു കള്ളക്കളി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഒളിക്കുന്നത്, മന്ത്രി പറഞ്ഞു. അതേസമയം കുട്ടികളുടെ കൺസെഷൻ ഒരു കാരണവശാലും ഒഴിവാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഗവർണറുടെ സർക്കുലറുമായി ബന്ധപ്പെട്ടും മന്ത്രി ശിവൻകുട്ടി വിമർശനം ഉന്നയിച്ചു. ആഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വൈസ് ചാൻസലർമാർക്കായി ഗവർണർ വിവാദ സർക്കുലർ ഇറക്കിയത്. രാജ്യത്ത് വിവിധ ദിനങ്ങൾ ആചരിക്കാറുണ്ടെന്നും എന്നാൽ ഇങ്ങനെ ഒരു ദിനം ആദ്യമായിട്ടാണെന്നും സംസ്ഥാന മന്ത്രിസഭ തീരുമാനിക്കാതെ സമാന്തര ഭരണത്തിനാണ് ശ്രമമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു.